بسم الله الرحمن الرحيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നാം പരിശോധിക്കാൻ പോകുന്നത് 6ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ഫിഖ്ഹിന്റെ വിഷയത്തിൽ പാദവാർഷികയിൽ വന്ന ചില ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ പ്രവർത്തനങ്ങളൊന്ന് പരിശോധിച്ച് നോക്കാം. ഒന്നാമത്തേത് യോജിപ്പിക്കാം എന്നാണ്. ഒന്നാമത്തെ പ്രവർത്തനം. ഒന്നാമത്തേത് റവാത്തിബിൽ 10 റക്അത്തുകൾ. ഇവിടെ തയമ്മും ചെയ്യൽ, മുട്ടുപൊക്കിളിൻ്റെ ഇട പുരുഷന് നിഷിദ്ധമാണ്, വളരെ ഏറെ പുണ്യമുള്ളതാണ്. ചുവപ്പ് കളർ കൊടുക്കൽ സുന്നത്താണ്. അറബികളുടെ പതിവ് നഗ്നനായി നിസ്കരിക്കണം. ഇങ്ങനെ ഓപ്ഷൻ ഉണ്ട്. വളരെ ഏറെ പുണ്യമുള്ളതാണ് എന്നതാണ് റവാത്തിബിൻ 10 റക്അത്തുകൾ എന്നതിൻ്റെ നേരെ എഴുതി കൊടുക്കേണ്ടത്. രണ്ടാമത്തേത് എല്ലാ സമയത്തും ഖുഫ് ധരിക്കലാണ് അറബികളുടെ പതിവ് എന്നാണ് എഴുതി കൊടുക്കേണ്ടത്. 3. പരിശുദ്ധ ഇസ്ലാം നമുക്ക് നൽകിയ ആനുകൂല്യമാണ് തയമ്മും ചെയ്യൽ എന്നാണ് അതിൻ്റെ നേരെ എഴുതേണ്ടത്. നാലാമത്തേത് നിസ്കാരത്തിലെ പുരുഷന്റെ ഔറത്ത് മുട്ടുപൊക്കിളിൻ്റെ ഇട. 5. ഔറത്ത് മറക്കാവുന്ന ഒന്നും ലഭിക്കാത്തവർ നഗ്നനായി നിസ്കരിക്കണം. 6. സ്വർണവും വെള്ളിയും പുരുഷന് നിഷിദ്ധമാണ് എന്നാണ് എഴുതേണ്ടത്. 7. പുരുഷൻ നരച്ച തലമുടിക്ക് ചുവപ്പ് കളർ കൊടുക്കലാണ് സുന്നത്ത്. കൊടുക്കൽ സുന്നത്താണ് എന്നാണ് എഴുതി കൊടുക്കേണ്ടത്. രണ്ടാമത്തെ പ്രവർത്തനം പൂർത്തിയാക്കാം എന്നാണ്. ഒന്നാമത്തേത് മോതിരം ചൂണ്ടുവിരലിലും നടുവിരലിലും ധരിക്കൽ കറാഹത്താണ്. 2. ഖിബില എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കഅബയാണ്. മൂന്നാമത്തേത് സുന്നത്തായ ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് സുന്നത്ത് നിസ്കാരങ്ങളാണ്. നാലാമത്തേത് ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഹാഫള അലാ 4 റക്അഅത്തിൻ ഖബ്ല അദ്ദുഹ്രി വ 4 ബഅദഹാ. അതിൻ്റെ ബാക്കി ഹറമഹുല്ലാഹു അലന്നാർ എന്നാണ്. അഞ്ചാമത്തേത് ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈന കുല്ലി അദാനൈനി സ്വലാത്തുൻ എന്നാണ് എഴുതി കൊടുക്കേണ്ടത്. മൂന്നാമത്തെ പ്രവർത്തനം 2 വീതം എഴുതാം എന്നാണ്. അതിൽ ഒന്നാമത്തേത് സുന്നത്ത് നിസ്കാരങ്ങളിൽ ജമാഅത്ത് സുന്നത്തില്ലാത്ത നിസ്കാരങ്ങൾ ഏതൊക്കെയാണ്? തഹജ്ജുദ്, വിത്ർ, തഹയ്യത്ത്, ളുഹ, റവാത്തിബ് നിസ്കാരങ്ങൾ ഇതൊക്കെ എഴുതാൻ പറ്റുന്നതാണ്. 2. തിലാവത്തിൻ്റെ സുജൂദിന് നിസ്കാരത്തിലല്ലെങ്കിലുള്ള ഫർളുകൾ ഏതൊക്കെയാണ്? 1. തിലാവത്തിന് വേണ്ടി ഞാൻ സുജൂദ് ചെയ്യുന്നു എന്ന് കരുതുക. 2. തക്ബീറത്തുൽ ഇഹ്റാം ചെയ്യുക. 3. ഒരു സുജൂദ് ചെയ്യുക. 4. സലാം വീട്ടുക. ഇതിലേതെങ്കിലും 2 എഴുതി കൊടുക്കുക.
മൂന്നാമത്തെ ചോദ്യം, ഖുഫയുടെ മേൽ തടവൽ അനുവദനീയമാകാനുള്ള ഷർത്തുകൾ 2 എഴുതുക. ഖുഫ ശുദ്ധിയുള്ളതായിരിക്കൽ, നെരിയാണി ഉൾപ്പെടെ മറയുന്നതായിരിക്കൽ. 2, ഉള്ളിലേക്ക് വെള്ളം കടക്കാതിരിക്കൽ. ഖുഫ ധരിച്ചു നടക്കാൻ കഴിയൽ, പൂർണ്ണമായ വുളൂ ചെയ്തതിനു ശേഷം ഖുഫ ധരിച്ചതായിരിക്കൽ. ഇതൊക്കെയാണ് ഷർത്തുകൾ. ഇതിൽ ഏതെങ്കിലും 2 എഴുതി കൊടുക്കുക. അടുത്ത ചോദ്യം, നിസ്കാരം നിർവഹിക്കുന്നതിനുള്ള തടസ്സങ്ങൾ 2 എഴുതുക. ഭ്രാന്ത്, ബോധക്ഷയം, ഹൈള്, നിഫാസ്. ഇതിലേതെങ്കിലും 2 എഴുതുക. നാലാമത്തെ പ്രവർത്തനം ഉത്തരം എഴുതാം എന്നാണ്. അതിലൊന്നാമത്തെ ചോദ്യം, ഖുഫ് എന്നാൽ എന്ത്? കാൽപാദം, നെരിയാണി ഉൾപ്പെടെ മറയുന്ന പാദരക്ഷയാണ് ഖുഫ. 2, അമുസ്ലിംകളായ സ്ത്രീകളുടെ അടുക്കൽ വെച്ച് മുസ്ലിം സ്ത്രീകൾക്ക് മറക്കൽ വാജിബായത് ഏതൊക്കെയാണ്? അമുസ്ലിം സ്ത്രീകളുടെ അടുത്ത് വെച്ച് ജോലി സമയത്ത് വെളിവാകുന്ന സ്ഥലം അല്ലാത്തവ മറക്കണം. അടുത്ത ചോദ്യം, രോഗം കൊണ്ടോ മറ്റോ നിസ്കാരത്തിൽ ഖിബ്ലക്ക് മുന്നിടാൻ കഴിയാത്തവർ എന്ത് ചെയ്യണം? ഖിബ്ലക്ക് മുന്നിടാതെ നിസ്കരിക്കുകയും നിസ്കാരം പിന്നീട് മടക്കുകയും ചെയ്യണം. 4, മഅ്മൂമിന് സംഭവിക്കുന്ന ഇടർച്ചയ്ക്ക് വേണ്ടി സഹ്വിന്റെ സുജൂദ് ചെയ്യാൻ പാടില്ല എപ്പോൾ? ഇമാം സുജൂദ് ചെയ്യാത്ത കാലത്തോളം മഅ്മൂമിനും സുജൂദ് ചെയ്യാൻ പറ്റുകയില്ല. 5, ശുക്റിന്റെ സുജൂദ് നിസ്കാരത്തിൽ ചെയ്താൽ എന്ത് സംഭവിക്കും? നിസ്കാരം ബാത്തിലാകും. 5-ാമത്തെ പ്രവർത്തനം ക്രമത്തിലാക്കാം എന്നാണ്. വസവ്വറഹു, സജദ വജഹിയ, വശഖ സമഅഹു ബിഹൗലിഹി വഖുവ്വതിഹി, അഹ്സനുൽ ഖാലിഖീൻ വബസറഹു ലില്ലദീ ഖലഖഹു ഫതബാറകല്ലാഹു. ഇത് ക്രമത്തിൽ ആക്കി കൊടുക്കുക. സജദ വജഹിയ ലില്ലദീ ഖലഖഹു വസവ്വറഹു വശഖ സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഇങ്ങനെ ശരിയാക്കി കൊടുക്കുക. അവസാനത്തെ പ്രവർത്തനം പൂർത്തിയാക്കാം എന്നാണ്, പൂരിപ്പിച്ചു കൊടുക്കുക. ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യകൂനു ഖൗമുൻ ഡാഷ് യഖ്ളിബൂന ബിസ്സവാദി കഹവാസിലിൽ ഹമാമി ലാ യരീഹൂന റാഹത്തൽ ജന്ന. അത് പൂരിപ്പിച്ചു കൊടുക്കുക. ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യകൂനു ഖൗമുൻ ഫി ആഖിരി സമാനി യഖ്ളിബൂന ബിസ്സവാദി കവഹാസിലി അൽ ഹമാമി ലാ യരീഹൂന റായിഹത്തൽ ജന്ന എന്നാണ് എഴുതി കൊടുക്കേണ്ടത്. എല്ലാവരും നല്ല രൂപത്തിൽ ശ്രദ്ധിച്ചു പഠിക്കുക. അല്ലാഹു ഉന്നത വിജയം നൽകട്ടെ.